ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മന്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യൂർഡ് ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും മന്ത്സും നമ്മൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ചെയ്യാൻ സമയപരിമിതി മൂലം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മന്തിലെ സ്റ്റോക്കും ഈ മാസത്തിലെ സ്റ്റോക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബാറ്റ് മെച്യൂർഡ് പ്ലാന്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് മെച്യൂർഡ് പ്ലാന്റ്സിൽ എത്തിയിട്ടുള്ളത്. 450 ആണ് മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് ഇതേപോലെ തന്നെ ബ്ലൂമിങ് സൈസിലുള്ള ഓൾറെഡി ഫ്ലവർ ചെയ്തതും ബ്ലൂമിങ് സൈസ് ഓൾറെഡി ഫ്ലവർ ചെയ്യാനുള്ള ആ ഒരു മെച്യൂരിറ്റി എത്തിയ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 450 രൂപയിലാണ്. പിന്നെ ഓരോ വെറൈറ്റി അനുസരിച്ച് ആ പ്ലാന്റിൻ്റെ രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഒരു കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് പോവാത്ത ഒരു മിനി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിനി വൈറ്റ് പിങ്ക് ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണത്. നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ചില പ്ലാന്റുകളൊക്കെ ഭയങ്കര ബുഷിയായിട്ട് വരും. അപ്പോൾ അതേപോലത്തെ പ്ലാന്റുകൾ തന്നെ എല്ലാ വെറൈറ്റിയിലും നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു ഓരോ പ്ലാന്റിനും ഓരോ നാച്ചർ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ തോങ്ചായ് റെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാ പ്ലാന്റുകളും ഇതേപോലെയാണ് വരിക. അതേപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു 600 രൂപ റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിങ്ക് സ്പ്ലാഷ് 5% എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ സീഡ്ലിംഗ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഇവിടെ ഇരുന്ന് ആൾക്കൊരു പുതിയ ഷൂട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കുഞ്ഞ് സീഡ്ലിംഗ് ആണ് 150 റുപ്പീസിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള ബ്ലൂമിങ് സൈസ് പ്ലാന്റാണിത്. ഇപ്പോൾ ഒരു 2 വർഷം മുൻപ് ഈ ഒരു വെറൈറ്റിയുടെ ഫ്ലവറിങ് പ്ലാന്റ് കണ്ടപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ 3000 രൂപയായിരുന്നു ആ ഒരു പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴേ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, എന്തായാലും പ്ലാന്റിൻ്റെ സൈസ് അത്ര ജൈജാൻറ്റിക് ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ് 5% സ്പ്ലാഷിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റിയാണത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ മെച്യൂർ പ്ലാന്റിൽ സ്റ്റോക്ക് ഉണ്ട്. നല്ല കേളി ആയിട്ടുള്ള ലിപ്പ് വരുന്നതും അതുപോലെ തന്നെ ഡ്രാഗൺ വെറൈറ്റീസും ഒക്കെ ഇപ്രാവശ്യത്തിൽ. പിന്നെ എൻക്വയറി സമയത്ത് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും പ്ലാന്റ് എടുത്ത് ഫോട്ടോസ് അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ പറഞ്ഞൊരു കാര്യത്തിനുള്ളത്. അതേസമയം ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് കാണുക എന്നുള്ളത് ഒരു കസ്റ്റമറുടെ അവകാശമാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളെല്ലാവർക്കും അതിൻ്റെ ഒരു ആവറേജ് സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിക്കും. അത് കഴിഞ്ഞ് ഏത് പ്ലാന്റാണോ നമ്മൾ അയച്ചു തരുന്നെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഫോട്ടോ നമ്മൾ പാക്കിങ്ങിൻ്റെ തൊട്ട് മുൻപായിട്ട് കസ്റ്റമർക്ക് അയച്ച് കൺഫർമേഷൻ ആയതിനു ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് ഈ ഒരു സ്റ്റോക്കിലുള്ളതെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടോമി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ പ്ലാന്റ്സുകളാണ് ആ കണ്ടത്. അതേപോലെ സ്വീറ്റി പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് കിങ് ഡ്രാഗൻ്റെ, ഇത് അനൂജ ഫ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല വെയിറ്റാണ് ഈ ഓരോ പ്ലാന്റുകളും വരുന്നത്. നല്ല കനമുള്ള പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റിയുടെ എല്ലാം തന്നെ. അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് നമ്മൾ കാണിച്ചു പോകുന്നില്ല. അതേസമയം ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് സൈസ് നമ്മൾ കസ്റ്റമേഴ്സ്ക്ക് അയച്ചു തരുന്നതായിരിക്കും. DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയേഴ്സ് അയക്കുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർ പ്രത്യേകം നമ്മളടുത്ത് മെൻഷൻ ചെയ്ത് പറയണം സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്ന്. കാരണം നമ്മുടെ എല്ലാ കൊറിയേഴ്സും നമുക്ക് പോകുന്നത് DTDC വഴിയാണ്. ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി കൊറിയേഴ്സ് അയക്കുന്നത്. ഇത് പെൻസൂഡയുടെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് പെൻസൂഡയിൽ എത്തിയിട്ടുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്, നമുക്ക് വിത്ത് ഫ്ലവർ ആയിട്ടല്ല പ്ലാന്റ്സ് വരുന്നത്. ഇതേപോലെ മെച്യൂർ പ്ലാന്റ്സ് വന്നിട്ട് നമുക്ക് ഗാർഡനിലിരുന്ന ഫ്ലവേഴ്സാണ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അതേസമയം എല്ലാ വെറൈറ്റീസും ഇതേപോലെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും 1-2 മാസത്തിനകത്ത് ആ വെറൈറ്റീസ് സ്റ്റോക്ക് ഔട്ടായിട്ട് പോകും. അപ്പോൾ എല്ലാ വെറൈറ്റിയിലും നമുക്ക് ഇവിടെ ഇരുന്ന് അത് ഫ്ലവറിങ് പ്ലാന്റ് ആക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ പുതിയ വെറൈറ്റീസ്, നല്ല അടിപൊളി വെറൈറ്റീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ID മാറിപ്പോകുമോ എന്നുള്ള യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ ഗാർഡനിൽ നിന്ന് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടുപോകുന്നതാണ് നമ്മുടെ അടുത്ത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ്. ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട വെറൈറ്റി സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. അത് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് മെച്യൂർ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് ആണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് നമ്മൾ അയച്ചു തരും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. അതുപോലെ പ്രൈസും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി.
ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ മെച്യൂർ പ്ലാന്റിലെ സ്റ്റോക്ക് വന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ റിപ്ലൈ പെട്ടെന്ന് തന്നെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും പരിഭവമൊന്നും കരുതരുത്. 24 hours ഉള്ളിൽ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ചില വെറൈറ്റീസൊക്കെ നമുക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് നമ്മൾ പിന്നെയും വാങ്ങാമെന്ന് കരുതും. പക്ഷേ ചില വെറൈറ്റിയൊക്കെ 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് മെച്യൂർ പ്ലാന്റ് നമുക്ക് വീണ്ടും സ്റ്റോക്കിൽ കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാവരും ഓരോ തവണയും സ്റ്റോക്ക് വരുമ്പോൾ ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് സെലക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നമുക്കായാൽ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ലാസ്റ്റ് ഒരു പീസൊക്കെ നമ്മൾ നമ്മുടെ കളക്ഷനിലേക്ക് മാറ്റി വയ്ക്കും. പക്ഷേ ഏതെങ്കിലും കസ്റ്റമർ വന്നിട്ട് ആ ഒരു വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇനിയും കിട്ടുമല്ലോ എന്നൊക്കെ ചിലപ്പോൾ കസ്റ്റമർ പറയുന്ന സമയത്ത് ശരിയാണ്, നമ്മളൊരു സെല്ലറല്ലേ, ഈ വെറൈറ്റി പിന്നെയും നമ്മുടെ കയ്യിലേക്ക് വരുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ വെറൈറ്റി പിന്നെ നമുക്ക് സ്റ്റോക്കിലോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിച്ചു പോകുന്നതിൽ ഒരു 4-5 വെറൈറ്റി നമുക്ക് വിത്ത് ഫ്ലവറായിട്ട് അവൈലബിൾ ആണ്. ഒരുപാടില്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. കാരണം ഓൾറെഡി അത് ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഓൾമോസ്റ്റ് അത് കൊഴിയാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഫ്ലവറോടെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. താങ്ക്